ഭക്ഷണം കഴിക്കാൻ വേണ്ടി കല്യാണ വീട്ടിലേക്ക് പോകണമെങ്കിൽ ക്ഷണം ലഭിക്കണം. ക്ഷണിക്കാത്ത വീട്ടിലേക്ക് കല്യാണത്തിന് പോകാൻ പാടില്ല. ഒരാളെ ക്ഷണിച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ തുഫൈലിയായിട്ട് പോകുന്നതിനെ ഇസ്ലാം നിരോധിച്ചു. മന്ത്രിയെ ക്ഷണിച്ചാൽ മന്ത്രിയുടെ കൂടെ സെക്രട്ടറിയും ഡ്രൈവറും ഉണ്ടാകും എന്നത് മഅലൂമാണ്. അപ്പൊ ആ നിശ്ചിത എണ്ണം. അപ്പൊ ഒരാളെ ക്ഷണിച്ചാൽ അദ്ദേഹം മാത്രം പോകണം, കുടുംബത്തെ ക്ഷണിച്ചാൽ കുടുംബം പോകണം. ചിലപ്പോൾ ക്ഷണിക്കാൻ മറന്നുപോകും. അങ്ങനെ ആയാൽ ഓർമ്മപ്പെടുത്തി നമുക്ക് ചെല്ലാം. ഭക്ഷണം കഴിക്കരുത്. സലാം പറഞ്ഞ് ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ഇരിക്കാം, ഭക്ഷണത്തിന് വരൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഭക്ഷണം കഴിക്കാം. ചാവക്കാട്ട് ജോലി ചെയ്തിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, അവിടെ കല്യാണ മണ്ഡപങ്ങളിൽ എത്ര ഭക്ഷണം ഉണ്ടാക്കിയാലും തികയൂല. അപ്പൊ വലിയ തിരക്കാ, ചോറ് കൊടുക്കാൻ തുടങ്ങിയ പരിസരത്തുള്ള കോളേജ് വിദ്യാർത്ഥികൾ ഒന്നായിട്ട് വരും. പെണ്ണിന്റെ വീട്ടുകാരെ വിചാരിക്കും പുതിയാപ്പിളന്റെ ആളുകളാണ്, പുതിയാപ്പിളന്റെ വീട്ടുകാരെ വിചാരിക്കും പെണ്ണിന്റെ ആളുകളാണ്. അപ്പോൾ ഇത് ഹറാമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് അറിയാത്തത് കൊണ്ടാ അവസരങ്ങളൊക്കെ ചൂഷണം ചെയ്യുന്നത്. അതൊക്കെ തൻ്റെ കൗശലമാണ്, മിടുക്കാണ് എന്ന് ആളുകൾ ധരിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് വിവരമില്ലാത്തതിൻ്റെ പേരില്ല. അറിയുമെങ്കിൽ ആരും അത് ചെയ്യുകയില്ല. അപ്പൊ സമ്പത്തിനും ശരീരത്തിനും അഭിമാനത്തിനും ഇസ്ലാം വളരെ വലിയ പ്രാധാന്യം നൽകി വിശുദ്ധമായി പ്രഖ്യാപിക്കുകയും അതൊരിക്കലും ദ്രോഹിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്. ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവൻ്റെ ആശയങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്, ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവകാശം ഉണ്ട്. മനുഷ്യന്റെ സ്വത്തും ശരീരവും അക്രമങ്ങളിൽ പെടാതിരിക്കാനുള്ള അവകാശമുണ്ട്. ഈ അവകാശങ്ങളെല്ലാമാണ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ പലപ്പോഴും എഴുതി വച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിലും അത്തരം അടിസ്ഥാനപരമായ ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാം വളരെ നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ജീവിക്കാനുള്ള അവകാശമാണ് ഇസ്ലാം കൊടുത്തത്. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അനാവശ്യമായി ഒരു മനുഷ്യനെയും കൊല ചെയ്യാൻ പാടില്ല. ഇത് ജീവിക്കാനുള്ള അവകാശമാണ്. ഭരണകൂടത്തിന് നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും രാജ്യ സുരക്ഷ നടപ്പിലാക്കുന്നതിനും വേണ്ടി അതുപോലെയുള്ള കാര്യങ്ങൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് ഇവിടെ പാടില്ലാത്തതാണ്. അത് ജീവിക്കാനുള്ള അവകാശം വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം നടത്തിയിട്ടുള്ള അതിപ്രശസ്തമായ ഖുതുബയിൽ പറഞ്ഞിട്ടുള്ളത്, അലാ ഫഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും ഹറാമുൻ അലൈകും കഹുർമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ വഫീ ബലദികും ഹാദാ. ഈ വിശുദ്ധ മക്ക എന്ന നാട്ടിൽ, ഈ പോരിശയാക്കപ്പെട്ട മാസത്തിൽ, ഈ ഒരു ദിവസം, പെരുന്നാളിന്റെ ദിവസം, അറഫയുടെ ദിവസം നിങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത്, ഈ പ്രദേശത്തിൻ്റെയും മാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും വിശുദ്ധി പോലെ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും വിശുദ്ധമാണ്. അതൊരിക്കലും കളങ്കപ്പെടുത്താൻ പാടില്ല. ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതം ഏൽക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. ആ നിലക്കുള്ള യാതൊരു എഴുത്തും പാടില്ല. അതുപോലെ തന്നെ ശരീരത്തിന് പോറലേൽപ്പിക്കരുത്, ശരീരത്തിന് അപകടങ്ങൾ വരുത്തരുത്, കൊല ചെയ്യരുത്, മറ്റു മുറിവുകൾ ഏൽപ്പിക്കരുത്. സ്വത്ത് അപഹരിച്ചെടുക്കാൻ പാടില്ല. മറ്റൊരാളുടെ സ്വത്തും അപഹരിച്ചെടുക്കാൻ പാടില്ല. കമ്പനിയുടെ സ്വത്തും അപഹരിച്ചെടുക്കാൻ പാടില്ല, വഖഫ് സ്വത്തും അപഹരിച്ചെടുക്കാൻ പാടില്ല, വ്യക്തികളുടെ സ്വത്തും അപഹരിച്ചെടുക്കാൻ പാടില്ല. അപഹരിക്കാൻ പാടില്ല എന്നത് ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു നിയമം കൂടിയാണ്. ഒരാൾ നിത്യവും വന്ന് എൻ്റെ പറമ്പിൽ നിന്ന് തേങ്ങ എടുത്തുകൊണ്ട് പോകും. കുറേ ദിവസമായപ്പോൾ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. ആളുകൾ പറയുന്നത്, എന്തിനാണ് നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തത്? അത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയാണല്ലോ. എന്നാൽ എന്തിനാണ് അയാൾ തേങ്ങ എടുത്തു കൊണ്ടുപോയത്? അത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയാണല്ലോ എന്ന് ആരും പറയുന്നില്ല.
ഇതുപോലെ വഖഫ് ഭൂമികളും മസ്ജിദുകളൊക്കെ ചോരണം നടത്തിയാൽ അത് പറയാൻ പാടില്ല, പറഞ്ഞാൽ കുഴപ്പമാണ്. ചോരണം നടത്താം, അതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. നീതിയുടെ മുന്നിൽ എല്ലാവരും കണക്കാണ്. മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് കളവ് നടത്തിയപ്പോൾ തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടു. കളവ് നടത്തിയവർക്ക് കൈവെട്ടുകയാണ് ശിക്ഷ കൊടുക്കേണ്ടത് ഗവൺമെന്റ്. ആ ശിക്ഷ സിവിലിയൻസ് നടപ്പിലാക്കാൻ പാടില്ല, അത് ഗവൺമെന്റിന് മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ. ഗവൺമെന്റ് ആ നിയമം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചപ്പോ ചിലർ വന്ന് ശുപാർശ പറഞ്ഞു, തൽക്കാലം നമുക്ക് അത് ഒഴിവാക്കിക്കൂടെ എന്ന്. എല്ലാ വിഷയത്തിലും വളരെ കൂടുതൽ കാരുണ്യം കാണിക്കുന്ന തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവപൂർവ്വം ചോദിച്ചു, അതശ്ഫഊന ഫീ ഹുദൂദില്ലാഹ്, അള്ളാഹുവിന്റെ ഹദ്ദുകളിലാണോ നിങ്ങൾ ശുപാർശ പറയാൻ വേണ്ടി വരുന്നത്? എൻ്റെ മകൾ ഫാത്തിമ തന്നെ കെട്ടാലും അവളുടെ കൈ ഞാൻ മുറിക്കുക തന്നെ ചെയ്യും. ഇസ്ലാമിലുള്ള ഈ ശിക്ഷാ സമ്പ്രദായത്തെ കൊന്നവനെ കൊല്ലുക, കട്ടവന്റെ കൈ മുറിക്കുക, വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലുക എന്നൊക്കെ പറയുന്നത് ക്രൂരമാണ്, കാടത്വമാണ് എന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കൊല ചെയ്യാൻ വേണ്ടിയും കൈവെട്ടാൻ വേണ്ടിയും അല്ല, ആരുടെയും കൈ വെട്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, ആരും കൊല ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാ. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും, കൊല ചെയ്താൽ പരസ്പരം പകരം കൊല്ലപ്പെടും എന്ന് ഉള്ള ഒരു അറിവുണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ കൊല്ലാൻ ആരും പോകില്ല. കൈ മുറിക്കപ്പെടും എന്ന ഭീതി ഉണ്ടാകുമ്പോൾ കളവ് നടത്താൻ ആരും പോകില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കർക്കശമായ ശിക്ഷകൾ ഉള്ള നാട്ടിൽ ഇത്തരം ക്രൈമുകൾ വളരെ കുറവാണ്. എന്ത് തെറ്റ് ചെയ്താലും മാപ്പ് ലഭിക്കും എന്ന് തോന്നുന്ന സ്ഥലത്ത് തെറ്റുകൾ വർദ്ധിക്കും. നീതിയുടെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ മകൾ തന്നെ മോഷ്ടിച്ചാലും ഞാൻ കൈവെട്ടും. അതാണ് അവകാശം, തുല്യ അവകാശം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അവകാശം ലോകത്ത് നിലനിൽക്കപ്പെടണം. മനുഷ്യാവകാശം ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ഇല്ലാതാക്കപ്പെടുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. മനുഷ്യാവകാശ സംഘടനകളുടെ എണ്ണം കൂടുതലാണ്, പ്രഖ്യാപനങ്ങൾ കൂടുതലാണ്, പക്ഷെ നടപ്പിലാകുന്നില്ല എന്ന് മാത്രമാണ്. ഒരാളുടെ മുതൽ കയ്യിലുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. കഅബ തൻ്റെ അധികാരത്തിൽ വന്ന സമയത്ത് കഅബയുടെ താക്കോൽ പിടിക്കുന്ന ആളിൽ നിന്ന് സ്വഹാബികളിൽപ്പെട്ട ഒരാൾ താക്കോൽ പിടിച്ചു വാങ്ങി. കാരണം ഞങ്ങൾക്കിവിടെ അധികാരം കിട്ടി, ഇനി ഞങ്ങളാണ് പിടിക്കേണ്ടത് എന്ന്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കീ ഹോൾഡർക്ക് തന്നെ തിരിച്ചു കൊടുക്കൂ. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. മറ്റൊരാളുടെ മുതൽ നിങ്ങൾ കൈവശം വെക്കരുത്, അത് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. സമ്പത്തിന് അവകാശമുണ്ട്, അതൊരിക്കലും മറ്റുള്ളവർ എടുത്തു വെക്കാൻ പാടില്ല. ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല. സ്ത്രീകളെയും അടിമകളെയും തൊഴിലാളികളെയും ദുർബല വിഭാഗങ്ങളായ ആളുകളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വളരെ വലിയ നിയമം ഇസ്ലാം കൊണ്ടുവന്നു. അടിമത്വ സമ്പ്രദായം ലോകത്ത് വളരെ നേരത്തെ ഉള്ള ഒരു സിസ്റ്റമാണ്, അത് ഇല്ലായ്മ ചെയ്യണം. പക്ഷെ ഒരൊറ്റ ദിവസം കൊണ്ട് അതങ്ങ് നിരോധിച്ചാൽ ജനങ്ങൾ മുഴുവനും പ്രയാസത്തിലായി പോകും. തൊഴിലുടമകൾ പ്രയാസത്തിലാകും, രാജ്യത്ത് കുഴപ്പമുണ്ടാകും. ഇസ്ലാം എന്ത് ചെയ്തു? ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്നതിനെല്ലാം പ്രായശ്ചിത്തമായി അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ അടിമയെ മോചിപ്പിക്കുന്ന എന്നത് വലിയ പുണ്യകർമ്മമായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഇസ്ലാം കാലത്തു തന്നെ അടിമകൾ ഏറെ ഇല്ലാതായി. പിന്നെ കുറഞ്ഞ കാലത്തിന് ഇടക്ക് തന്നെ ലോകത്ത് അടിമത്വം പൂർണ്ണമായും ഇല്ലാതായി. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ അവകാശവും സമത്വവും സംരക്ഷിക്കുന്ന ഒരു രീതി ലോകത്ത് കൊണ്ടുവരാൻ ആദ്യമായി പ്രഖ്യാപനം നടത്തിയിട്ടുള്ള വിശുദ്ധ ഇസ്ലാമിന് ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗികമായ മനുഷ്യാവകാശ ദിനത്തിൽ തികച്ചും അഭിമാനപൂർവ്വം ഈ സന്ദേശം മുന്നോട്ട് വെക്കാൻ കഴിയും. നാം അത് പാലിക്കുന്നവരാകണം. മുസ്ലിം ഉമ്മത്തിനോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് ഇന്ന് ലോകത്ത് നിയമങ്ങളുണ്ട്, ഇസ്ലാമിൽ നേരത്തെ തന്നെ നിയമങ്ങളുണ്ട്. പക്ഷേ നാം ആ നിയമത്തിൻ്റെ പറയൽ അല്ല, ആ നിയമം പ്രയോഗിക്കുന്നവരാകണം.
നമ്മുടെ ജീവിതത്തിൽ ഇത് പാലിക്കുന്നവരായി നാം മാറണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.